ചൂടാണ്, നാട്ടിൽ മൊത്തം ചൂടാണ്. കിടക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, നടക്കാനും പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. മലപ്പുറത്തൊക്കെ 40 ഡിഗ്രീൻ്റെ അടുത്തേക്ക് ചൂട് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയും രാവിലെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒന്ന് കടന്നുറങ്ങാൻ നോക്കുമ്പോൾ ആ നേരത്ത് KSEBിൻ്റെ വക നമുക്ക് കിട്ടുന്ന പവർ കട്ടോ അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് ഒന്നും പറയാം. സത്യത്തിൽ കറണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് മിനിമം. ചിലർ പവർ കട്ടാണ് പറയുന്നു, ചിലർ ലോഡ് ഷെഡിങ് ആണെന്ന് പറയുന്നു. ഏതായാലും രാത്രി ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കറണ്ട് കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. സാധാരണ കറണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സങ്കടം വരില്ല. കാരണം ബില്ല് റോക്കറ്റ് കണക്കാണ് പോകുന്നത്. സാധാരണ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ 300-400 ഉണ്ടായിരുന്ന കറണ്ട് ബില്ല് ഇപ്പോൾ 1000-2000 അടുത്തൊക്കെ ക്രോസ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ KSEBിൻ്റെ ബില്ല് കാണിക്കുക എന്നുള്ള തന്നെ ഒരു ഇൻസ്റ്റാ ട്രെൻഡായി മാറിയിട്ടുണ്ട്. 9000, 11,000, 18,000, 36,000 റുപ്യക്ക് ബില്ല് വരുന്ന പല വീടുകളുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ ഈ സർക്കാർ എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത് എന്നതിൻ്റെ സിമ്പിൾ ഉദാഹരണമാണ്. നമുക്ക് രാത്രി ആണെങ്കിലോ അതിന് പുറമെ ഈ ബില്ലൊക്കെ കൊടുത്തതിന് പുറമെ രാത്രി പവർ കട്ടും. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഗവൺമെൻറ് മിണ്ടുന്നില്ല, വൈദ്യുതി മന്ത്രി മിണ്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞ് പോവാണ്. കാരണം പേടിക്കാനല്ല. കാരണം എന്താ, എലക്ഷൻ കഴിഞ്ഞു, ഇനി വോട്ട് എണ്ണി റിസൾട്ട് വരുന്നവരെ അവർ സേഫാണ്. അതിനു മുമ്പ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ വെട്ടുകിളി കൂട്ടം പോലെ എല്ലാവരും പറയുന്ന ആൾക്കാരെ ആക്രമിക്കാൻ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഞാൻ ആലോചിക്കുന്നതല്ലേ, കഴിഞ്ഞൊരു 10 വർഷത്തെ ഭരണം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സർക്കാർ ഏറ്റവും മുന്നോട്ട് വെച്ച ഒരു മാൻഡേറ്റ് ആയിരുന്നു പവർ കട്ട് ഇല്ലാത്ത കേരളം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു വിഷയത്തെ ഡീപ്പായിട്ട് പഠിക്കാനോ അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഏതായാലും സഹിക്കാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ എന്തോ ഒരു കരാറ് റദ്ദാക്കിയാണ്ടാണ് ഇപ്പോൾ ഒരു പുതിയ കരാറ് കൊണ്ടുവന്നതാണ്. ഈ പവർ കട്ട് ഒഴിവാക്കി നാഷണൽ ഗ്രിഡിൻ്റെ ഭാഗമായി എന്ന് മാത്രമല്ല, അതിന് പുറമെ ബില്ല് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ് പറയപ്പെടുന്നത്. അറിയില്ല, 4 റുപ്യക്ക് യൂണിറ്റിന് കിട്ടിയ കറണ്ടാണ് ഇപ്പോൾ 10-12 രൂപ വെച്ച് മാർക്കറ്റിൽ എന്ത് പ്രൈസിലാണ് വരുന്നത് ആ പ്രൈസ് വെച്ച് KSEB വാങ്ങേണ്ട ഒരു സിറ്റുവേഷനിൽ വന്നത്. ഏതായാലും അനുഭവിക്കാന്നല്ലാതെ വേറെ നിർവാഹമില്ല. ഏതായാലും ചൂട് അത്യാവശ്യം നന്നായി കൂടുന്നുണ്ട്. ചൂട് കൂടുന്നതിനനുസരിച്ച് നമ്മൾ AC അതുപോലുള്ള അനുബന്ധ സാധനങ്ങൾ നമ്മൾ കൂട്ടും. പിന്നെ സാധാരണക്കാരെ നമ്മൾ പഴയ കാലത്തുള്ള പോലെയല്ല, നമ്മളുടെ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ധാരാളമായിട്ട് എക്യുപ്മെൻറ്റ്സ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. കറണ്ട് അടുപ്പ് ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, AC ഉണ്ടാവും, അങ്ങനെ മോട്ടർ വെള്ളടിക്കാല മോട്ടർ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ലൈഫ് കറണ്ടുമായി വളരെയധികം ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമാണല്ലോ. സ്വാഭാവികമായിട്ട് കറണ്ട് ബില്ല് ഈ കോലത്തിൽ കൂടുന്നതിന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ ഇതിൽ നല്ലൊരു അഴിമതി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അടുത്തൊരു സർക്കാർ വരുമ്പോൾ അതവിടെ എന്താണ് സംഭവിച്ചത്, ആരാണ് ഇതിന് പിന്നിൽ പണിയെടുത്തത് എന്നുള്ള കാര്യം നന്നായി നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ കുംഭകോണം മിക്കവാറും പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനി എന്താണ് ചൂട് കൂടാനുള്ള കാരണം എന്ന് നമ്മൾ സാധാരണ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണ് ഇപ്പോൾ ചൂട് കൂടുന്നത് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ പോലെയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊന്നുകൂടി കൂടി ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഒരു ഗ്ലോബൽ ഫിനോമിന 2026 ഒരു എൽനിനോ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഫിനോമിന സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റാണ് നമുക്കിവിടെ ചൂട് കൂടുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ എൽനിനോ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, നമ്മുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരു സന്തുലിതമായ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് പ്രഷർ കുറയുമ്പോൾ ആ കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, കൂടുതൽ പ്രഷർ കൂടുതലുള്ള ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പ്രഷർ നീങ്ങും. അങ്ങനെയാണ് ഈ മഴയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ ഞാൻ ഈ പിക്ചർ കാണിക്കുന്നത് പോലെ നമ്മുടെ ഗ്ലോബലി നമ്മുടെ മാപ്പ് കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഗ്ലോബ്. അപ്പോൾ അതിൽ ഈ സൗത്ത് അമേരിക്ക ഉണ്ടല്ലോ, നമ്മുടെ ബ്രസീൽ, അർജന്റീന, ചിലി ഒക്കെ വരുന്ന ആ പ്രദേശത്ത് ചൂട് നന്നായിട്ട് കൂടും. അപ്പോൾ ചൂട് നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ പ്രഷർ നന്നായിട്ട് കുറയും. ഈ പ്രഷർ കുറഞ്ഞാൽ പിന്നെ ഹൈ പ്രഷർ ഉള്ള സ്ഥലത്ത് നിന്ന് ലോ പ്രഷർ ഉള്ള സ്ഥലത്തേക്ക് കാറ്റടിക്കും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുക. അപ്പോൾ അവിടെ ഒരു വലിയ ഏരിയയിൽ നല്ല പ്രഷർ കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റു ഭാഗത്തുനിന്ന്, അതായത് പ്രഷർ കൂടിയ ഭാഗത്തുനിന്ന് അങ്ങോട്ട് കാറ്റടിച്ച് പോകും. ആ കാറ്റടിച്ച് പോകുന്ന കൂട്ടത്തിൽ മഴമേഘങ്ങളുണ്ടാവും, നമുക്ക് മഴ കൊടുന്ന് തരേണ്ട മേഘങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ മേഘങ്ങൾ കംപ്ലീറ്റ് ഈ സൗത്ത് അമേരിക്കൻ്റെ ഭാഗത്തേക്ക് പോകുന്നതോടുകൂടി നോർമലി കിട്ടേണ്ട മഴയൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് പോവാണ്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് പോകുന്നത്,
നമ്മുടെ ഓസ്ട്രേലിയ, ഇന്ത്യ, ഏഷ്യ ആ ഒരു ഭാഗത്തു നിന്ന്, ഏഷ്യയുടെ റീജിയനിൽ നിന്ന് നമ്മുടെ അവരുടെ വെസ്റ്റ് ഭാഗത്തേക്ക്, സൗത്ത് അമേരിക്കയുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ആ ഭാഗത്തിൻ്റെ ഈസ്റ്റ് ഭാഗത്തേക്ക്, സൗത്ത് അമേരിക്കയുടെ ഭാഗത്തേക്ക് കാറ്റടിക്കുന്നത് കൊണ്ടാണ് ഈ എൽനിനോ ഇമ്പാക്റ്റിൽ സ്വാഭാവികമായിട്ട് നമുക്ക് മഴ കിട്ടാത്തത്. മനസ്സിലായല്ലോ. ഇനി ഇതേപോലത്തെ ഒരു പ്രതിഭാസം ഇനി വരാണ്ട് ലാനിനോ എന്ന് പറയും. ഈ ലാനിനോന്റെ പ്രത്യേകം നേരെ തിരിച്ചാണ്. അതായത് ഏത് ഭാഗത്താണ് പ്രഷർ കൂടുക? ഈ ഓസ്ട്രേലിയ, ഏഷ്യ, ചൈന ആ ഭാഗത്തുണ്ടല്ലോ, അവിടെ പ്രഷർ നന്നായിട്ട് താഴും. അപ്പം അവിടെ പ്രഷർ താഴുമ്പോൾ നേരെ പ്രഷർ കൂടുതലുള്ള ഈ സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക ആ ഭാഗത്തു നിന്നുള്ള കാറ്റും മഴമേഘങ്ങളൊക്കെ തിരിച്ചു വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നോർമലി കിട്ടേണ്ട മഴ പോലും നല്ല കിട്ടുക, ചിലപ്പോൾ ഫ്ലഡ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും, നമുക്ക് മഴ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. ഇനി ഞാൻ വേറൊരു നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴ കിട്ടുന്നുണ്ടല്ലോ. എങ്ങനെ മഴയും? നമുക്ക് മൺസൂണിലാണ് മഴ കിട്ടാറുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ മൺസൂണിൽ എങ്ങനെയാണ് മഴ കിട്ടുന്നത്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ സമയത്ത് നമുക്ക് എല്ലാ കാലത്തും മഴ ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടാറുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള മാസങ്ങൾ എങ്ങനെയാണ്? അതിന് തൊട്ടുള്ള മുമ്പ് മെയ്, ഏപ്രിൽ മാസമൊക്കെ നല്ല ചൂടാണ്. ഇപ്പം നമ്മൾ നല്ല ചൂടും ഒക്കെ അനുഭവിച്ചാണ് നിൽക്കുന്നത്. ആ ചൂട് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മഴ പെയ്യുന്നത്. അതിൻ്റെ കാരണം സെയിം ഫെനോമിനയാണ്. ഇത് ലോക്കൽ ഫെനോമിനയാണ്, അത് ഗ്ലോബൽ ഫെനോമിനയാണ്. അത് ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ ഒരു മെയ് അതുപോലെ ഏപ്രിൽ മാസങ്ങളിൽ നന്നായി ചൂടുണ്ടാകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ചൂട്, അതിൻ്റെ പ്രഷർ നന്നായിട്ട് കുറയും. ആ പ്രഷർ കുറയുമ്പോൾ പ്രഷർ കൂടുതലുള്ള ഭാഗത്തു നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് വേണം? മേഘങ്ങൾ വരും. ആ വരുന്ന മേഘങ്ങളാണ് ട്രേഡ് വിൻഡ് പോലെ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഇക്വേറ്ററൊക്കെ ക്രോസ് ചെയ്ത് നമ്മുടെ സബ് കോണ്ടിനെൻ്റ് ഭാഗത്തേക്ക് നീങ്ങും. ആ കാറ്റിലൂടെ നമുക്ക് ഒരുപാട് മഴ കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് സത്യത്തിലുള്ളത്. ഇതാണ് എൽനിനോ, ലാനിനോ അല്ലെങ്കിൽ മൺസൂണിൻ്റെ ഒക്കെ ഒരു സെയിം സിറ്റുവേഷൻ. ഏതായാലും എൽനിനോ ആണ് നടക്കുന്നത്. നന്നായി ചൂട് കൂടും. പുറത്തിറങ്ങിയിട്ട് കളിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ ഒക്കെ നന്നായി ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക, അതേ പറയാനുള്ളൂ. ഗവൺമെൻറ്റുകൾ നമുക്ക് കറണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് നല്ലതാണ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സോളാർ നല്ല ഓപ്ഷനാണ്. പക്ഷേ സോളാറിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് ഇനിഷ്യൽ കോസ്റ്റ് ഹൈലിയാണ്. അതായത് ഒരു സാധാരണക്കാരന് വീട്ടിൽ സോളാർ വെച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനൊന്നും കഴിയൂല. അപ്പോൾ ഗവൺമെൻറ് നന്നായി സബ്സിഡി കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് ആ സോളാർ നന്നായിട്ട് നമ്മുടെ നാട്ടുകളിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് കറണ്ട് ബില്ല് കുറക്കാൻ പറ്റും. പക്ഷേ ആൾക്കാരതിൽ പ്രൊമോട്ട് ചെയ്യാത്ത എന്താ വെച്ചാൽ സോളാറിൽ കറണ്ട് അവർ ക്യാച്ച് ചെയ്യും. ഈ ക്യാച്ച് ചെയ്ത കറണ്ട് നമ്മൾ എന്ത് ചെയ്യും? KSEB കൊടുക്കും. ഒരു റിന്യൂവബിൾ എനർജിയാണ്, നമ്മുടെ പ്രകൃതിക്ക് യാതൊരു ദോഷം ഉണ്ടാക്കാത്ത എനർജിയാണ്. അത് നമ്മൾ KSEB കൊടുക്കുമ്പോൾ വില കുറച്ചാണ് കിട്ടുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. വില കുറച്ച് കിട്ടും. KSEBിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ വില കൂടുകയും ചെയ്യാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ കാര്യമായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സോളാർ എനർജി എന്നുള്ളത് നമുക്ക് കുറേ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഓരോ ക്ലസ്റ്റർ രൂപീകരിച്ച് കൃത്യമായി പവർ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച പവർ കറക്റ്റ് സ്റ്റോറേജ് വെക്കാനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ സോളാറിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മുടെ കേരളത്തിനെ പറ്റി ഒന്നുകൂടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള ഒരു കാര്യം ചെറിയ സ്മാൾ ഹൈഡ്രോ പ്രൊജക്റ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അതായത് 25 മെഗാവാട്ടിന് താഴെയുള്ള പ്രൊജക്റ്റുകളൊക്കെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. കാരണം നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ ഗാർഡ്സിലാണ് ഉള്ളത്. സ്വാഭാവികമായിട്ട് ഒരുപാട് മലനിരകളുണ്ട്, ഒരുപാട് അരുവികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആ ഒരു പുഴയിൽ നിന്ന് വെള്ളം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് പതുക്കെ കുറച്ചൊക്കെ രൂപത്തിൽ നമ്മുടെ കാടിനും നാടൊന്നും വെള്ളത്തിൽ മുങ്ങിപ്പോകാത്ത രൂപത്തിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്കോപ്പ് നമുക്കുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അത്തരത്തിലുള്ള സ്മാൾ ഹൈഡ്രോ പ്രൊജക്റ്റുകളൊന്നും പ്രോത്സാഹിപ്പിച്ചത് കേട്ടിട്ടില്ല. കാരണം സിമ്പിളാണ്. കാരണം നമുക്ക് ഇലക്ട്രിസിറ്റി ബേസിക്കലി ഇതൊക്കെ കറണ്ട് കിട്ടാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണല്ലോ. നമുക്ക് കറണ്ട് കിട്ടാത്ത പ്രശ്നമല്ല. കാരണം നമ്മുടെ ഈ KSEBിൻ്റെ നെറ്റ്വർക്കൊക്കെ പവർ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങാണ്. ഒരു 80% നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാണ്? നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും മറ്റ് സ്റ്റേറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മളെ നാട്ടിലൊക്കെ പരമാവധി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മെക്കാനിസം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ എന്താ പ്രശ്നം? സോളാർ എന്ന് കേട്ടാൽ ആളുകൾക്കൊക്കെ തോന്നുന്നത് സരിതനെ കുറിച്ച് ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ആരും ആലോചിക്കുന്നില്ല. അല്ലെങ്കിൽ അത് വളരെ ഇൻസെൻറ്റീവ്സ് കൊടുത്ത് സബ്സിഡി കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഗവൺമെൻറ് ആലോചിക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു സർക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മാറ്റവും ഈ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് മാറ്റങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെച്ചപ്പെട്ട രീതിയിൽ
നമുക്ക് ജനങ്ങൾക്ക് വളരെ എഫക്റ്റീവായ അഫോർഡബിളായ പ്രൈസിലൊക്കെ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റും. മാത്രമല്ല ക്ലൈമറ്റ് ചേഞ്ചാണ് വരുന്നത്, ചൂട് കൂടും, ഇനി ഓരോ വർഷം ചൂട് കൂടിക്കൊണ്ടിരുന്നേ ഇരിക്കും. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മഴ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് സർക്കാരുകൾ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നയരേഖ രൂപപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിച്ചാൽ അത് വളരെ എഫക്റ്റീവായിട്ട് മാറുമെന്നതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. താങ്ക് യു.